വാടാനപ്പള്ളി നടുവിൽക്കരയിൽ 50ഓളം വീടുകൾ വെള്ളക്കെട്ടിൽ. ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് തോടുകൾ അടച്ചതോടെ കനത്ത മഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാതെ വാടാനപ്പള്ളി നടുവിൽക്കരയിൽ 50ഓളം വീടുകൾ വെള്ളത്തിലായി. പോലീസ് സ്റ്റേഷന് കിഴക്ക് പുതിയ പാലം മുതൽ നടുവിൽക്കര വടക്കുമുറി വരെ ദേശീയപാതയ്ക്ക് സമീപമുള്ള വീടുകളാണ് വെള്ളത്തിലായത്. നേരത്തെ പാടമായിരുന്ന പ്രദേശത്തെ വെള്ളം ഒഴുകിപ്പോയിരുന്ന തോടുകൾ ഏറെയും ഹൈവേ നിർമ്മാണത്തെ തുടർന്ന് അടച്ചു. മഴയിൽ വെള്ളം തോടുകൾ വഴി ഒഴുകി കനോലി കനാലിലാണ് വന്നു ചേരേണ്ടത്. തോടുകൾ അടച്ചതോടെ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാതെ വീടുകൾക്ക് സമീപം കനത്ത വെള്ളക്കെട്ടാണ്. പാലത്തിന് കിഴക്ക് വടക്ക് മണ്ണാംപുറത്ത് ക്ഷേത്ര പരിസരം, പടിയം ക്ഷേത്രത്തിന് സമീപം ചക്കാമടത്തിൽ ക്ഷേത്രത്തിന് കിഴക്ക്, ഹെൽത്ത് സെന്ററിന് പടിഞ്ഞാറ്, മേപ്രങ്ങാട്ട് ക്ഷേത്രത്തിന് കിഴക്ക്, എംഗൽസ് നഗറിന് കിഴക്ക് എന്നിവിടങ്ങളാണ് വെള്ളം നിറഞ്ഞത്. കെട്ടിനിന്നതുമൂലം വെള്ളത്തിന് കറുത്ത നിറവ്യത്യാസവും രൂക്ഷമായ ഗന്ധവുമുണ്ട്. മലിനവെള്ളം ചവിട്ടി വേണം വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ. ഇതുമൂലം പലർക്കും ചൊറിച്ചിലും അനുഭവപ്പെടുന്നുണ്ട്. അംഗപരിമിതരടക്കം ഇതുമൂലം ദുരിതത്തിലാണ്. വെള്ളം കെട്ടിനിന്നതോടെ സെപ്റ്റി ടാങ്കുകൾ നിറഞ്ഞ് പ്രദേശം രോഗഭീഷണിയിലാണ്. വെള്ളം ഒഴുക്കിവിടാൻ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തികൾ നടത്തിയെങ്കിലും വെള്ളം ഒഴുകിപ്പോകാൻ പ്രയാസം നേരിടുകയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കുഞ്ഞുമക്കൾ 3ലും 4ലും പഠിക്കുന്ന കുട്ടികളുണ്ട്. അതിട്ട് നമുക്ക് ഇത് പുറത്തിറങ്ങാൻ വരെ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കരചുറ്റും വെള്ളമാണ്. വെള്ളം ഒഴുകിപ്പോകാൻ അടിയന്തരമായി കാനകൾ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കാനകൾ നിർമ്മിച്ചില്ലെങ്കിൽ വരും വർഷങ്ങളിലും കാലവർഷത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ ഇടയുണ്ട്.